കൃഷിദീപത്തിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചെർപ്പുളശ്ശേരിയിലെ പട്ടിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. പട്ടിശ്ശേരിയിലെ ജനാർദ്ദനൻ ചേട്ടൻ്റെ വീട്ടിന് മുന്നിലാണ്. ഇവിടെയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാഴ്ചകളാണ്. പ്രാവുകളുണ്ട്, താറാവുണ്ട്, കോഴിയുണ്ട്, അതുപോലെ തന്നെ വലിയൊരു മീനിൻ്റെ ശേഖരമുണ്ട്. നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ കാണാം, ഇവിടെ ഹാങ് ചെയ്ത് വെച്ച ഒരുപാട് പൂച്ചെടികൾ കാണാം. ജനാർദ്ദനൻ ചേട്ടൻ അത്യാവശ്യം നല്ല തിരക്കിലാണ്. ചേട്ടാ, എന്താണ് വിശേഷം? സുഖം. എന്താണ് ചെയ്യുന്നത്? ഞാനിതിൽ ചളി ഒഴിവാക്കുകയാണ്. ഇത് നമ്മുടെ മീനിന്റെ അല്ലേ? മത്സ്യത്തിന്റെ. ഇതില് ഏതൊക്കെ തരം മത്സ്യങ്ങളാണ് ഉള്ളത്? ഇതില് സിലോപ്പി ഉണ്ട്, പിന്നെ മൊയ്യുണ്ട്. ഇത് ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല അധികം. ഇല്ല, ഇത് ഞാൻ എന്താ വെച്ചാൽ ഈ വീടിന്റെ ഇവിടെ അനുബന്ധിച്ച് കട ഉണ്ടാക്കിയപ്പോ ആദ്യം എനിക്ക് ഇവിടെ വേറെ ഉണ്ടായിരുന്നു, ഈ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്ത്. അപ്പൊ അതിനെ ഞാൻ പിന്നെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ ഒരു മോഡലില് ഇത് നിർമ്മിച്ചോട് കൂടെ തന്നെ കുഴപ്പമൊന്നുമില്ല, നന്നായി പോകും. ഇതില് നമ്മൾ ഇത് വലുതാവുന്നൊക്കെ ഉണ്ട്. തീറ്റ ഇട്ട് കൊടുക്കും. ഡെയിലി അത് മീൻ തീറ്റ ഉണ്ട്, പെല്ലറ്റ് ചെറിയത് അത് ഇട്ട് കൊടുക്കും. ഏകദേശം എത്ര? സിലോപ്പി മാത്രമാണല്ലേ ഇതില്? സിലോപ്പിയാണ്. അതിന്റെ അപ്പുറത്തുള്ളതില് മൊയ്യ്. നാടൻ മൊയ്യ്. വലുതാണോ? ഇല്ല, വലുതാവുന്നേ ഉള്ളൂ, കുട്ടികളാണ്. ഇതില് നമ്മൾ ഇതുവരെ വലുതായിട്ടുണ്ടോ? ഉണ്ടായിരുന്നു, വലുതുണ്ടായിരുന്നു. ആദ്യം ഇതിൽ വലുതായിരുന്നു. അതിന് ആ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് പാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതില് മൊയ്യിന്റെ കുട്ടികളാണ്. അവര് പിന്നെ ഇത് വെച്ചിട്ട് എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? അതായത് ഈ ഇതിന്റെ കാഷ്ടമൊക്കെ അതിലുണ്ടാവും. അപ്പൊ വെള്ളം മലിനാവും. മലിനാവുമ്പോ പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയാണല്ലേ. ഇതിൽ നമ്മളെങ്ങനെ വെള്ളം വീട്ടിൽ നിന്ന് ഓസ് ഇട്ടിട്ട് വെള്ളം നിറയ്ക്കും. മാനുവലൊക്കെ ചെയ്യണം അല്ലേ. പിന്നെ അതൊരു ടാങ്ക് അത് ഇതാണ് വർണ്ണമത്സ്യങ്ങൾ മാത്രം. അത് വർണ്ണമത്സ്യങ്ങൾ ഇതിൽ തന്നെ അവരുണ്ടാവും. ബ്രീഡിങ്ങിന് ശേഷം ഇതിൽ തന്നെ കുട്ടികൾ വിരിയും. ഇല്ല, അത് അതിൽ തന്നെ ഉണ്ടാവും. ഉണ്ട്, അത് വൈറ്റ് വാളയാണത്. സാധാരണ വീടിന്റെ ഉള്ളിൽ അക്വേറിയത്തിൽ, ഗ്ലാസ് അക്വേറിയത്തിൽ വളർത്തുന്ന ബ്ലാക്കും ഉണ്ട്. പിന്നെ അതിന്റെ അടിയിൽ സക്കർ എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ട്, വലുത്. അവര് ചെളിയൊക്കെ അവര് അങ്ങനെ വൃത്തിയാക്കും. സക്കർ. ഇതിലിപ്പോ നമ്മള് എത്ര എണ്ണാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? ഇതിൽ ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ബ്രീഡ് ചെയ്ത് ഇത് നമ്മള് ഇതിന് വിൽക്കാറോ? ഉണ്ട്. വലുതാവുമ്പോ നമ്മൾ കൊടുക്കും. കൂടുതലാവുമ്പോ ടാങ്കിൽ കൊടുക്കാറുള്ളത് അത് നമ്മൾ ലോക്കലായിട്ട് വന്ന് വാങ്ങിക്കില്ല, ആളുകൾ തന്നെ വന്ന്. ഈ പൈപ്പ് എന്താണ് ഇങ്ങനെ? അതൊന്നുമില്ല, ഒരു ഫൗണ്ടൻ കൊടുത്താ. ഫൗണ്ടനൊക്കെ ഉണ്ടായിരുന്നു. ഫൗണ്ടൻ ഇപ്പൊ ഉണ്ട്. ഞാൻ അതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടില്ല. ഫൗണ്ടൻ ആകുമ്പോൾ വെള്ളം ഒന്ന് പ്യൂരിഫൈ. ഈ ഒരു ഐഡിയ ഇപ്പൊ എവിടുന്നാണ് കിട്ടുന്നത്? ഇങ്ങനെ ഒരു മീനിന്റെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൂടി പോകുമ്പോ നമ്മൾ ഓരോ തോന്നലുകൾ കാണുമ്പോ അതിന്റെ വരുമാനമല്ല, നമ്മള് ഒരു സന്തോഷം. വരുമാനം എന്നുള്ള നിലക്കല്ല ഈ ചെയ്യുന്നതൊക്കെ. പച്ചക്കറി കൃഷി, ഗാർഡനിങ് ആയാലും. ജോലിയില്ല, ഞാൻ നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഇടതുപക്ഷം. അതെ. ഏത് വർഷത്തിലായിരുന്നു? കഴിഞ്ഞ ടൈമില്. ഇപ്പൊ വിശ്രമ? ഇപ്പൊ ഇല്ല, എനിക്കൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ തൊട്ട്. സ്വരം. അത് ഇതാണ്, ഒരു മിനി സൂപ്പർ മാർക്കറ്റുമായി പോകുന്നതാണ്. പിന്നെ കൃഷി കുഴപ്പമില്ല. ഈ സ്വരം വീടിന്റെ പേര് ജാസ്വില്ല എന്നാണ്. സ്വരം എന്നുള്ളത് എൻ്റെ ഒരു കമ്പനി പേങ്ങാട്ടിലുണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനമുണ്ട്. സ്വരം ഞാൻ തുടങ്ങിയപ്പോൾ ആ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു പേരിട്ട് കൊടുത്തു. ആ പേര് പിന്നെ ഞാൻ സ്ഥിരമായിട്ട് എല്ലാത്തിനും ഉപയോഗിക്കലാണ്. ഇവിടെ ഇങ്ങനെ ഈ പൂച്ചെടികൾ നമ്മൾ സാധാരണ നിലത്താണ് കാണാറുള്ളത്. ഇവിടെ ഏറ്റവും അധികം എനിക്ക് തോന്നി തൂക്കി. അത് എന്താ വെച്ചാൽ നമ്മൾ ഈ സ്ഥലം വന്നു കഴിയുമ്പോൾ സാധാരണ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഈ മുറ്റത്ത് കൂടെ ഇങ്ങനെ വെക്കുമ്പോൾ തടസ്സം വരും. ഇതാകുമ്പോൾ നമുക്ക് സ്ഥലം നഷ്ടപ്പെടുന്നില്ല, നടക്കുകയും ചെയ്യും. ഇതിൽ നമ്മൾ വെള്ളമൊക്കെ എങ്ങനെയാണ്? ഇതിൽ വെള്ളം പൈപ്പ് പിടിച്ചിട്ട് കൊടുക്കും. പൈപ്പ് ഹൗസ് ഇങ്ങനെ പിടിച്ചിട്ട്. നമുക്ക് താറാവുകളുണ്ട്, താറാവ്, കോഴി, പിന്നെ പച്ചക്കറി, ഗാർഡനിങ്, പിന്നെ ഈ ഫിഷ്. ഇതൊക്കെ ഇപ്പൊ നമ്മള് ചെയ്ത് വെച്ചതാണ്. ഇപ്പൊ താറാവിനെ കൊണ്ടുവന്ന്, അതല്ലാതെ കുറെ ആളുകളുണ്ട് ഇവിടെ അല്ലേ, കിളികള്. അത് അവര് സ്വയം വന്ന് കൂടുകൂട്ടുന്നതാണ്. ഇതൊക്കെ നമ്മള് ക്ഷണിക്കാതെ വരുന്ന അതിഥികളാണ് ഈ കൂടുകളില്. അത് അടക്കാകുരുവി. അവര് വരും വൈകുന്നേരത്ത്. ഇനിയിപ്പോ വരും. ഇപ്പൊ വിരിച്ചു പോയി. അവര് വന്ന് അതിൽ മുട്ടടും. മുട്ടിട്ട് വിരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പറക്കാരായാൽ പോവും. പക്ഷെ വൈകുന്നേരത്തെ ഒന്നും ചെയ്യണ്ട, അവരെന്നെ കൂടുണ്ടാക്കിയതാണത്. അവർക്ക് യാതൊരു ആരും ഭാഗത്തുനിന്നുള്ള ശല്യമില്ല. അവര് വരും വൈകുന്നേരത്തെ 5 മണി 6 മണി ആയാൽ ആ കൂട്ടിൽ കയറും. രാവിലെ അവര്
ഈ ക്ഷണിക്കാതെ കുറെ അതിഥികൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് പുറത്ത് മാത്രമല്ല, ഇത് കിച്ചണിലാണ്. നമ്മൾ ജനാർദ്ദൻ ചേട്ടന്റെ കിച്ചണിലാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു അത്ഭുതമുണ്ട്. ഒരു ശല്യം അവർക്ക്. അപ്പൊ അത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവരിങ്ങനെ ഇരിക്കുന്നത് അല്ലെ. അതിനകത്ത് അവർക്ക് നമ്മളെ ഭയമില്ല, നമ്മളെന്തെങ്കിലും ചെയ്യുന്നുള്ള ഭയമില്ല. അവര് ഇപ്പൊ മാത്രമല്ല, അവര് മുട്ടടാറായ വരും, അവര് പുതിയ കൂടുണ്ടാക്കും. അവര് മുട്ടിട്ട് കുട്ടികളെ വിരിഞ്ഞ് അവർക്ക് പറക്കാറായാൽ കൊച്ചുങ്ങളായിട്ട് പോകും. അപ്പൊ ഇത് ഈ ബുൾബുൾ എന്ന് പറഞ്ഞ പക്ഷിയാണ്. ഇനി ഞാൻ പറഞ്ഞ അമ്പലപ്രാവ് ഗാർഡനില് കൂട് വെച്ച് ബെഡ്റൂമിലും ഉണ്ട്. ബുൾബുള് അവര് ഈ ജനൽ അടച്ചാറില്ല. അപ്പൊ അതിൽ കൂടെ അല്ല, പുറത്ത് കുരുവികള് അവര് വന്ന് കൂട് വെക്കണം, എത്തണം, താമസിക്കണം. നമ്മളിപ്പോ എത്ര പറഞ്ഞാലും ചേട്ടന് ഭയങ്കര പ്രകൃതി സ്നേഹം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് തെളിവാണ്. അവർക്ക് നമ്മളെ ഭയമില്ല, നമ്മളൊരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് അവിടെ കൂട് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അധികം ശല്യപ്പെടുത്തണ്ട, നമുക്ക് അങ്ങോട്ട് പോകാം. വീട്ടില് ഫാമിലി ഒക്കെ എങ്ങനെയാണ്? ഫാമിലി ഉണ്ട്, വൈഫുണ്ട്. വൈഫ് ബാങ്ക് ജീവനക്കാരിയാണ്. ആളെങ്ങനെ സപ്പോർട്ടീവ് ആണ്? ആ ഉണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലല്ലോ. താല്പര്യങ്ങള് രണ്ടുപേരുടെ ഒരു ഇതാണ്. ഇപ്പോ ഇവിടെ കുറെ സംഗതികൾ ഉണ്ടല്ലോ. അപ്പൊ ഇതിനെല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ സമയം എത്തുന്നുണ്ടോ? അയ്യോ, ഇതിന് കൂടുതൽ സമയമൊന്നും വേണ്ട. എനിക്ക് പരമാവധി ഒരു ദിവസത്തിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. എന്റെ ഈ പൂന്തോട്ടത്തിനും മത്സ്യത്തിനും കോഴി പച്ചക്കറി എല്ലാറ്റും കൂടി എനിക്ക് അത്രേ വരുള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി കെയർ കൊടുക്കണം. നനയ്ക്കുക, അതുപോലെ ഈ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുക, മീനുകൾക്ക് തീറ്റ കൊടുക്കുക, അതുപോലെ ടാങ്ക് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യുക. ഇതൊക്കെയാണ് ഇപ്പൊ ഇതിലൊരു ഒരു പണി എന്ന് പറഞ്ഞാലുള്ളൂ, അല്ലാണ്ട് കാര്യമായിട്ടൊന്നുമില്ല. നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്. നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് ഫ്രഷ് ആയി ഇങ്ങനെ കൊണ്ടുപോകാം, ടെൻഷൻ ഫ്രീ ആവാം. നമുക്ക് മുകളിൽ പോകും. പച്ചക്കറി തോട്ടം അല്ലേ അവിടെ പ്രധാനമായിട്ടും? പച്ചക്കറികളൊക്കെ ഇപ്പൊ കഴിഞ്ഞു. വേറെ കുറെ ഇത് കോവല്, കോഴക്ക എന്ന് പറയും നമ്മുടെ നാട്ടില്. അത് ഏകദേശം എനിക്കൊരു ആഴ്ചയിൽ ഒരു 10 കിലോത്തിന്റെ ഈൽഡ് ഇതിന്ന് കിട്ടാറുണ്ട്. പക്ഷെ ഇതിനുള്ളൊരു ഇതെന്താ വെച്ചാൽ മഴക്കാലത്ത് ഇത് കാര്യമായിട്ട് കായ ഉണ്ടാവില്ല. വേനൽക്കാലത്താണ് നന്നായിട്ട് ഇതിന്ന് വിള കിട്ടുക. നല്ല വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് കായ ഉണ്ടാവും. വിളവെടുപ്പ് കഴിഞ്ഞു. പറിച്ചോളൂ. ഇത് ഇപ്പൊ വിളവെടുപ്പ് കഴിഞ്ഞു. വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. എന്താ തൂങ്ങിയിട്ടുണ്ടോ? ഇതിപ്പോ വിളവെടുപ്പ് കഴിഞ്ഞ് ഇതിന്റെ ഒരു മാർക്കറ്റ് എവിടെയാണ്? നമ്മുടെ പച്ചക്കറി കടകളിലൊക്കെ ഇത് പോകുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 30 രൂപ കിലോക്ക് ഇപ്പൊ മാർക്കറ്റിൽ വില ഉണ്ട്. നമുക്ക് കിട്ടും. നമുക്ക് കിട്ടും. കർഷകന് 30 രൂപ കിട്ടും. കർഷകന് 30 കിട്ടില്ല. നമ്മൾ വാങ്ങിക്കുമ്പോൾ 30 രൂപ, നമുക്കൊരു 10-20 രൂപയോളൊക്കെ കിലോക്ക് കിട്ടും. പക്ഷെ ഇത് നല്ല നന്നായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ നന്നായിട്ട് വിളവുണ്ടാവുന്ന. അപ്പൊ ഇതിന് നമ്മൾ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യണ്ട, ഒരു കയറും വേണ്ട. വല ഇങ്ങനെ കെട്ടി കൊടുക്കുക. ഇത് ഈ പന്തലിങ്ങനെ പടർന്നു പോയി. അത്യാവശ്യം പ്രായമുള്ളതാണ്. ഇത് പ്രായമുണ്ട്. ഇതിപ്പോ എന്താ വെച്ചാൽ ഇതിന്റെ കുറെ വള്ളികളൊക്കെ നാശമായി. ഇനി ഇതുണ്ടോ, അതൊക്കെ വള്ളികളൊക്കെ നാശമായി. ഇനി ഫ്രഷ് വള്ളികൾ അതാ വരുന്നുണ്ട്. അത് നല്ല വെയിൽ ആവുമ്പോഴാണ് ഞാൻ വള്ളികൾ കൂടുതൽ പടർന്ന് കയറും. വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അതും ചെയ്യണമെന്നില്ല. പക്ഷെ ഞാൻ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ദീർഘകാല വിളയാണ്. 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ടൊന്നും നമ്മുടെ വിളവെടുപ്പ് നിൽക്കില്ല. ഇത് ദീർഘകാലം. എൻ്റെ ഈ ചെടി തന്നെ ഏകദേശം ഒരു 5-6 വർഷത്തെ മൂപ്പുണ്ടായിരിക്കും. ഒരു 6 വർഷമായിട്ട് ഇപ്പൊ ഇന്ന് കിട്ടുകൊണ്ടിരുന്നു. ഇതിന്റെ തയ്യല്ല, ഇതിന്റെ കൊമ്പ്. വെറുതെ കൊമ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് മണ്ണിൽ കൊണ്ടുവച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. അത്രേ കൊണ്ടു. ഇനി നമ്മൾ ഇനി മുകളിലാണ്, മട്ടുപ്പാവിലാണ്. ഇല്ല.
അപ്പൊ ഇതാണ് നമ്മുടെ മട്ടുപ്പാവ് കൃഷി, ജനാർദ്ദനൻ ചേട്ടന്റെ മട്ടുപ്പാവ് കൃഷി അല്ലേ? ഒരുവിധമൊക്കെ വിളവെടുത്ത് നിൽക്കുകയാണ്. ഇപ്പൊ ഏകദേശം വിളവ് കഴിഞ്ഞ് നമ്മൾ ശരിക്കും ലേറ്റ് ആയിട്ടാണ് വന്നത്. നിങ്ങൾ ലേറ്റ് ആയിട്ടാണ്. ഇതൊക്കെ നന്നായിട്ട് ഇപ്പൊ ഒരു 15-20 ദിവസം മുന്നേ തന്നെ ഏകദേശം പുറകോട്ട് പോകുന്നു. ഇനി വിളവ് ഇങ്ങനെ എപ്പോഴെങ്കിലും ഓരോന്ന് കിട്ടും, അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ വിൽക്കാറുണ്ടോ? ഇല്ല, ഇത് ഞാൻ കാര്യമായിട്ട് ഇത് വീട്ടിലെ ഉപയോഗം. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? ഇവിടെ ഇപ്പോ പിന്നെ തക്കാളി തക്കാളി ഇവിടെ ഉണ്ട് കേട്ടോ. തക്കാളി ഉണ്ട്, ഇഷ്ടം പോലെ തക്കാളി ഉണ്ട്. പറിച്ചോളൂ. ഇതണ്ട പറിക്കേണ്ടത് ആയിക്കോട്ടെ. അപ്പുറത്തുണ്ട്, താഴെയുണ്ട്. തക്കാളി ഉണ്ട്. പിന്നെ തക്കാളി, പിന്നെ ഇത് വഴുതന. വഴുതന നമ്മൾ ഏറെക്കുറെ കായ മടങ്ങി കഴിഞ്ഞു. ഇത് വഴുതന. എന്നാലും കുറേശ്ശെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ ഒരു സംഗതി എന്താണ്? അത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളിവിടെ നിന്ന് കാണാത്തൊരു സാധനമാണ്. ഇത് വഴുതന. പിന്നെ ഞാൻ എനിക്ക് കുറച്ചേ ഉള്ളൂ കൂർക്ക. ചാക്കിൽ കൂർക്ക, നമ്മുടെ കൂർക്ക അവിടെ ഉണ്ട്, ചെറിയ ചാക്കുകൾ. പിന്നെ ഈ ചാക്ക് കൊട്ടിയാൽ ഇഷ്ടംപോലെ സാധനം ഉണ്ടാവും. കുറേശ്ശെ ചാണകപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കും. അല്ലല്ലോ, നന്നായിട്ടുണ്ടാവും. കൂർക്ക നന്നായിട്ടുണ്ടാവും. ഈ സ്ഥലപരിമിതി കൊണ്ടാണ് അങ്ങനെ മുകളിൽ കയറിയത്. അതെ, താഴത്ത് സ്ഥലം ഉണ്ട്. സ്ഥലം അവിടെ കൃഷിഭൂമി ഉണ്ട്. പക്ഷെ അവിടെ ചെയ്താല് പന്നിയുടെ മയില് നല്ല ശല്യം, ഒന്നും കിട്ടില്ല. അപ്പൊ ഇതാവുമ്പോ എന്താ വെച്ചാൽ ഇതിൽ 2 ഗുണമുണ്ട്. ഒന്നെന്താ വെച്ചാൽ നമുക്ക് സ്ഥലപരിമിതിയെ മറികടന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. രണ്ടാമത് ഈ വന്യജീവിയുടെ ശല്യം ഉണ്ടാവില്ല. ഇവിടെ മട്ടുപ്പാവില് ചെയ്യുമ്പോഴൊന്നും ഈ പ്രദേശത്ത് മയിലില്ലാത്തതുകൊണ്ട് പിന്നെ അതിൽ ഏറ്റവും വലിയൊരു പ്രധാന നമ്മൾ ഏത് തിരക്കിന്റെ ഇടയിലും നമുക്ക് ഏത് സമയത്തും ഇനിയിപ്പോ ഞാനിപ്പോ സാമൂഹ്യ പ്രവർത്തനം ഉണ്ടാവുകൊണ്ട് ചിലപ്പോ പിന്നെ പകലൊന്നും എനിക്ക് ഇങ്ങോട്ട് കെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രാത്രി വന്നു കഴിഞ്ഞ് 10 മണിക്കാണെച്ചാലും എനിക്കിതിന് നനയ്ക്കാനും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്യാം. നമുക്ക് അതെ, സമയമില്ലാത്തൊരു പ്രശ്നം നമുക്ക് വരുന്നില്ല ഇതിനെ പരിപാലിക്കാൻ. രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ടായാലും ഇതൊന്ന് ശ്രദ്ധിച്ചു പോകാൻ കഴിയും. അത് ഈ മട്ടുപ്പാവ് കൃഷിക്കുള്ള ഒരു ഗുണമാണ്. രണ്ടാമതെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ രാസവളം ഉപയോഗിക്കുന്നില്ല. ടെറസാകൊണ്ട് പ്രത്യേകിച്ചും പറ്റില്ല. വെറും ജൈവവളം, ചാണകപ്പൊടി മാത്രം. ചാണകപ്പൊടി മണ്ണിൽ മിക്സ് ചെയ്യുക, അതിൽ തൈ വെക്കുക, അത്രേ വേണ്ടൂ. ചാണകപ്പൊടി നമ്മളിവിടെ പശു വളർത്തുന്ന ആളുകളോട് പറഞ്ഞാൽ ഒരു ചാക്കിൽ നമുക്ക് ഈ സാധനത്തിൽ അത് ഇത് വളരുന്നതിനനുസരിച്ച് കുറേശ്ശെ നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കും. ഈ വഴുതന നമുക്ക് ഏകദേശം എത്ര kg വരെ കിട്ടാറുണ്ട്? അത് ഏകദേശം ഇപ്പോൾ ഒരു മരത്തുനിന്ന് എനിക്കിപ്പോൾ ഒരു മരത്തുനിന്ന് ഏകദേശം ഒരു 4 കിലോ വരെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല വിളവ് കിട്ടും. നമ്മൾ ശ്രദ്ധിച്ചാൽ നന്നായിട്ട് വിളവ് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഇത് ഈ ഒരു ഏരിയയിൽ മൊത്തം വഴുതന. ഇത് വഴുതന. ഇനി ഇങ്ങോട്ട് പോന്നാല് ഇവിടെ ഞാൻ കൂർക്കാണ്ടേ ഞാൻ വഴി ഉണ്ടാക്കിയിരിക്കുക. പിന്നെ ചീര ഉണ്ടാവും. ചീര ഇപ്പൊ കഴിഞ്ഞു. ചീരയുണ്ട് ഈ സൈഡിലൊക്കെ ചീര. അതുപോലെ ചീര ഇപ്പൊ കഴിഞ്ഞു. അത് വെണ്ട അങ്ങനെ വെണ്ട ഞാൻ പറിച്ചു അല്ലേ? വെണ്ട പറിച്ചിട്ടാണ് മറ്റേ തൈ കുഴിച്ചിട്ട്. പിന്നെ ഇത് പച്ചമുളക്. കാന്താരി അല്ലല്ലേ? അല്ല, പച്ചമുളക്. സാധാരണ പച്ചമുളക്. ഞാൻ എന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള കൊണ്ടാട്ടം മുളക് അടക്കം ഇതിന്നാണ് വിളഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞു കേട്ടോ. വിള പിന്നിലേക്ക് പോന്നു അല്ലേ? ഇനി പുതിയ തൈകൾ കൃഷിക്കാരായി വെച്ചിട്ട് വേണം. നമുക്ക് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോ ഇവിടെ ഒരു ഗ്രീൻ മാറ്റ് പോലത്തെ ഒരു സംഗതി ചെയ്തിട്ടുണ്ട് അല്ലേ? ആ ഒരു ചെലവ്. അതെ, ഇതിനിപ്പോ എന്താ ചെലവ് വെച്ചാൽ നമുക്ക് ഈ പൈപ്പ്, പിന്നെ ഈ പച്ച നെറ്റ്, പിന്നെ നമ്മൾ ഈ ഇത് പടരാൻ കയപ്പ അതുണ്ടോ, കയപ്പയൊക്കെ പടർന്ന് കയറാൻ വേണ്ടിയിട്ട് നെറ്റ്. അപ്പൊ അതിൽ പടർന്ന് കയറും. അതുപോലെ ഈ വെള്ളത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ? വെള്ളത്തിനതാ ടാങ്ക്. 2000 ലിറ്ററിന്റെ ഒരു ടാങ്ക്, 1000-ന്റെ ഒരു ടാങ്കും ഉണ്ട്. അത് കിണറ്റിൽ സുലഭമായിട്ട് വെള്ളമുണ്ട്. അപ്പൊ അത് അടിച്ച് കയറ്റി അതിൽ തന്നെ പൈപ്പ് കണക്ഷൻ കൊടുത്തിരിക്കുക. അത് പിടിച്ച് ഡെയിലി നനക്കണം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ. അല്ലെങ്കിൽ കരിഞ്ഞു പോകും വേനൽക്കാലത്ത്. ഇതുണ്ടാവുകൊണ്ട് അത്ര വെയിലിനെ ബാധിക്കാതിരിക്കാനാണ് മറ കൊടുത്തിട്ടുള്ളത്. പച്ചമുളക് നല്ല നാടൻ പച്ചമുളക്. നാടൻ പച്ചമുളകാണ്, നാടൻ ചില്ലിയാണ്. റെഡ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്. അതെ, സിയാൻ 100, മജന്ത 100, ആ റെഡാണത്. അതുണ്ടോ? അതൊക്കെ നല്ല പിന്നെ തന്നെയാണ്, നന്നായിട്ടുണ്ടാവും. ഇത് പക്ഷെ എന്താ വെച്ചാൽ ഇത് അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓൾമോസ്റ്റ് വിളവെടുപ്പ് അവസാനിക്കുകയാണ്. ചീരണ്ട് മുകളിലൂടെ പടർന്ന എനിക്കൊണ്ട് കയ്പക്ക. കയ്പ ഈ സൈഡിൽ കയ്പ കൊടുത്തിരുന്നു. കയ്പയും കഴിഞ്ഞു. ഇപ്പൊ എന്താ വെച്ചാൽ ഒക്കെ ഒരു ഇത് കഴിഞ്ഞു. കുറച്ച് വെണ്ടക്ക അല്ലേ? അതെ, വെണ്ട കുറച്ചുണ്ടായിരുന്നു. വെണ്ട എടുത്തു. ഇനിയിപ്പോ അതിന് ശേഷം ഇതാണ് നിങ്ങൾ ചോദിച്ചത്. ഇതൊരു പുതിയ വെറൈറ്റി ഇപ്പൊ പരീക്ഷിക്കുകയാണ്. അതെന്താണ്? നമ്മള് ഇവിടെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് കൃഷി ചെയ്യുന്നില്ല. ചൗ എന്ന് പറയും. ചൗ നമ്മള് അത് അറിയില്ല, കേരളത്തിൽ അങ്ങനെ
കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ട്. നിങ്ങളെ പോലെ ആളുകൾ ഇതിനെന്താ വെച്ചാൽ ഇത് നമ്മള് കറി വെക്കാൻ ഉപയോഗിക്കും, ഉപ്പേരി വെക്കാൻ ഉപയോഗിക്കും. ഇതിന്റെ കിഴങ്ങായിരിക്കും. ഇത് കാണുന്നത് കിഴങ്ങല്ല, തന്നെയാണ് സാധനം. ഇതുണ്ടോ, ഇതാണ് സാധനം. അത് ശരി. അതിനെ നമുക്ക് പിന്നെ ഈ മറ്റേ സലാഡായിട്ട് ഉപയോഗിക്കാം. നമ്മൾ കക്കരിക്കല്ലേ, അതുപോലെ കക്കരിക്ക പോലെ ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശികളൊക്കെ സുലഭമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇപ്പൊ വരലിറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനെന്താ വെച്ചാൽ ഈ സാധനം കടയിലേക്ക് കുറച്ച് വാങ്ങി വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഒന്ന് നോക്കുമ്പോ അതിലിങ്ങനെ മുള പൊട്ടി കണ്ടു. അപ്പൊ മുള പൊട്ടി കണ്ടപ്പോ ഞാൻ മുള ഉള്ളതിനെ കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ട് നോക്കിയപ്പോ അത് ചെടി വന്നു. ഇതവര് പറയുന്നത് കായ ആവാൻ 6 മാസം എടുക്കും, ഒരു 3 വർഷക്കാലം തുടർച്ചയായിട്ട് വിള കിട്ടുന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു പരീക്ഷണം, അതൊരു പരീക്ഷണം. ഇതൊക്കെ തന്നെയാണ്. ഇത് എവിടുന്നാണ് മേടിച്ചിട്ടുള്ളത്? ഇതിപ്പോ ചെർപ്പളശ്ശേരി കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചാണ്. ചൗച്ചൗ തന്നെ പറയാം. അതെ, അത് ശരി. ഇതന്നെയാണ് കായ, ഇത് കായാണ്. അതാണ് നമ്മുടെ, അത് കായാണ്. അതിന്റെ ഉള്ളൊരു പരിപ്പുണ്ട്. ഈ പരിപ്പിൽ നിന്നാണ് ഈ ചെടി മുളച്ചുണ്ടായി വരുന്നത്. അത് ശരി. ഇവിടെ അമരക്ക ഉണ്ടെന്ന് തോന്നുന്നു. അമരക്ക ഉണ്ടായിരുന്നു, അമരക്ക ഉണ്ടായിരുന്നു. അമരക്ക കഴിഞ്ഞു, വള്ളി അവസാനിച്ചു, വിളവെടുപ്പ് ഏകദേശം കഴിഞ്ഞു. ഇനി വീണ്ടും പിന്നെ ചെയ്യണം. ഇനി എന്താ വെച്ചാൽ ഈ മണ്ണൊക്കെ, ഈ ചെടിയൊക്കെ പറിച്ചു കളഞ്ഞ് ഈ മണ്ണിനെ ഒരുത്തിൽ ഡംപ് ചെയ്യും, കൂട്ടും. എന്നിട്ട് വീണ്ടും കുറച്ച് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വീണ്ടും ഈ ബാഗുകളിൽ ആക്കും. ബാഗുകളിലാക്കിയിട്ട് അതിൽ തൈ അല്ലെങ്കിൽ വിത്ത്. ഇതിനിപ്പോ ഈ പ്രാണികളുടെ അതുപോലത്തെ ഒരു ശല്യമില്ല. ഉറുമ്പ് ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഉറുമ്പ് ശല്യം വന്നാൽ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ നല്ല നമ്മുടെ പഴങ്കഞ്ഞിയില്ലേ, കഞ്ഞി ഒരു 4-5 ദിവസം പുളിപ്പിക്കുക. കഞ്ഞിവെള്ളം അതൊരു പുതിയ സംഗതിയാണ്. അങ്ങനെയാണ് ചെയ്യാറ്. കഞ്ഞിവെള്ളം നന്നായിട്ട് പുളിപ്പിക്കുക. ഒരു 4-5 ദിവസം ഇരുന്നിട്ട് പുളിച്ച് കഴിഞ്ഞിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്തിട്ട് ഈ ചെടിയുടെ അടിയിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കഞ്ഞിവെള്ളം ഒരു 4 ദിവസം, അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതിന്റെ താഴെ ഒരു 4-5 ദിവസം കഴിഞ്ഞ് പുളിച്ച കഞ്ഞിവെള്ളം ഉറുമ്പ് പിന്നെ വരുന്നില്ല. എനിക്ക് ഇതുവരെ സക്സസ് കണ്ടില്ല. എവിടുന്നാണ് ഈ ഒരു ഐഡിയ? അത് എനിക്കൊരു സുഹൃത്ത് പറഞ്ഞെന്താ, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനന്ന് പരീക്ഷിച്ചപ്പോൾ അത് വിജയിച്ചു, സക്സസ് ആയി. അതല്ലാതെ ഈ പ്രാണികൾ പോലത്തെ ഈ അമരക്കയിലൊക്കെ പ്രത്യേകിച്ച് അത് വരെ ഈ മറ്റേ കരിഞ്ചാഴി അത് പയറിനും വരും. അത് നമ്മൾ പിന്നെ വളക്കടയിൽ പോയി പറഞ്ഞാൽ ഒരു മരുന്ന് തരും. അതിന് നമ്മൾ എന്ത് വെച്ചാൽ വെള്ളം കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് പോവും. അല്ലാണ്ട് വലിയ വേറെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്വയം ഉണ്ടാക്കാം. പുകല കഷായം, പുകലയും സോപ്പും ചേർത്ത് കലക്കിയിട്ട് അതിനെ അടിച്ചാലും അത് പഴയ കാലം മുതലേ ചെയ്തിരുന്നു. അതിലും ഈ സാധനം ചെയ്യുമല്ലേ? ഇപ്പൊ നമുക്കിത് മുകളിൽ ഇങ്ങനെ ചെയ്യുന്നോണ്ട് നമുക്ക് താമസിക്കാൻ ഇല്ല, സുഖാണ്. താഴെ തണുപ്പ് കിട്ടും, വലിയ ചൂടുണ്ടാവില്ല, പിന്നെ ഒരു നനവും ഉണ്ടാവും ഓൾമോസ്റ്റ്. വീട്ടിന്റെ ഉള്ളിലേക്കും ഇതിന്റെ തണുപ്പ് കിട്ടുകയില്ല. അതുകൊണ്ട് നമുക്കൊരു ദോഷമില്ല. പക്ഷെ ഒന്നുണ്ട്, രാസവളം പ്രയോഗിക്കരുത്. രാസവളം പ്രയോഗിച്ചാൽ നമ്മുടെ ടെറസിനെ അത് ബാധിക്കും, ലീക്കൊക്കെ വരാൻ സാധ്യത. അത് ശരി. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം അല്ലേ? ഇവിടെ പാഷൻ ഫ്രൂട്ട് ആണ്. ഇത് എനിക്ക് ഷുഗർ പേഷ്യന്റിനൊക്കെ ബെസ്റ്റാണ്. ശരി തന്നെയാണ് പറയുന്നത്. ഇത് നല്ല പഴുത്തു കഴിഞ്ഞാൽ കളർ വരും. ഇത് പഴുക്കാത്ത, ഇത് പഴുത്തിട്ടില്ല, ഇത് ചേർത്താ മൂത്തിട്ടില്ല. ഇത് പെരപ്പുറത്തൊക്കെ കയറിയിട്ടാണ് പറിച്ചിട്ടുള്ളത്. ആ വിഷ്വല് എടുത്തിട്ടുണ്ടോ? ഇല്ല, അത് ഇവിടെ താഴെയുണ്ട് അല്ലേ? ഇവിടെ ഇപ്പൊ നമ്മളെ ഈ ചെടികളെ കുറിച്ചിട്ട് തന്നെ ഭയങ്കര ചെടികൾ എന്താ വെച്ചാൽ എല്ലാ ചെടികൾക്കും പേര് ചോദിച്ചാൽ പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷെ ഞാൻ പലയിടത്തും കാണുമ്പോൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നത്, പിന്നെ സുഹൃത്തുക്കളുടെ ഒക്കെ വീടുകളിൽ പോകുമ്പോൾ വെറൈറ്റി കാണുമ്പോൾ അവിടുന്ന് സംഘടിപ്പിക്കുന്നതൊക്കെ ആയിട്ടുള്ള ചെടികളാണ്. വിവിധതരം ചെടികളാണ്. ഇതൊക്കെ നമ്മൾ അധികം കാണാത്ത. അതെ, ഇത് ഉണങ്ങിയ പോലെ സ്വഭാവം അതാണ്. വളരെ ഇത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര വെറ്റാവും, പക്ഷെ ഇത് ഭയങ്കര ഡ്രൈ. ഇതിന്റെ ശബ്ദം കേട്ടോ, കേൾക്കാണ്ടോ? ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുന്ന സാധനം.
ഈ ഒരു ഇത് നമ്മൾ പഴയ കാലം പണ്ട് ഇത് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ചെടിയായിരുന്നു. പേരറിയില്ല അല്ലേ? ഇതൊക്കെ എവിടുന്നാണ് നമുക്ക് കിട്ടിയത്? അതും ഇതുപോലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണല്ലേ? ഇതൊക്കെ നമ്മുടെ സാധാരണ 10 മണിച്ചെടി 4 മണിച്ചെടി എന്നൊക്കെ 4 മണിച്ചെടി. ഇത് നമ്മുടെ ആമ്പല് എന്ത് കളറാണ്? കൂടുന്നുണ്ട്. അതൊരു വയലറ്റ് കളർ. എന്റെ വീട്ടിൽ ഞാനൊരു ചെറിയൊരു കുളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ആമ്പല് കൊണ്ടുവന്നിട്ട് ഒരു തവണ പൂത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നശിച്ചു പോയിട്ടില്ല. ആമ്പല് അങ്ങനെ തന്നെ അതിലേക്ക് ഇറക്കി വെക്കാണോ? അത് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തു. അത് അതിൽ മണ്ണിലാണോ? അത്യാവശ്യം മണ്ണില്. ചട്ടിയിലല്ല. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, പച്ച ചാണകം ഇങ്ങനെ ഉരുളയാക്കിയിട്ട് ആ മണ്ണിലേക്ക് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുക. അല്ലെങ്കിൽ ചാണകപ്പൊടി. ചാണകപ്പൊടി, പച്ച ചാണകമാണെങ്കിൽ കുറച്ചും കൂടി ബെസ്റ്റ്. അതുകൊണ്ടാവും പൂക്കാത്തത്. പച്ച ചാണകം ആ മണ്ണില് അവിടെ ഇട്ട് താഴ്ത്തി കൊടുക്കുക. താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ ചെടി അപ്പൊ ശക്തിപ്പെടും. ഈ മണ്ണിന്റെ കുറവുണ്ടോ അങ്ങനെ എന്തെങ്കിലും? മണ്ണിന്റെ കുറവായിരിക്കില്ല, ഇതിന് കൂടുതൽ മണ്ണൊന്നും ആവശ്യമൊന്നും. ഇത് സ്ഥിരമായിട്ട് പൂക്കാറുണ്ടോ? പൂക്കാറുണ്ട്. ഉണ്ടല്ലേ? അത് ശരി. അങ്ങനെയാണ് അപ്പൊ അതിന്റെ കഥകള്. പിന്നെ ഇങ്ങനെ ഇഷ്ടംപോലെ ചെടികളാണ്. ഇത് നമ്മുടെ കറ്റാർ വാഴ അല്ലെ? കറ്റാർ വാഴ ഇത് നല്ല സുലഭമായിട്ടുണ്ടാവും അല്ലേ? ഇത് ഒരു പീസാണ് നമ്മുടെ അടുത്തുള്ളത്. ഇതിനകത്തൊക്കെ ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട്. അതൊക്കെ കളകളാണ് അല്ലേ? പിന്നെ ഇതെങ്ങനെ വന്ന് ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ നനച്ചു പോകുന്നുണ്ട്. ഡെയിലി ഒന്നിടവിട്ട ദിവസങ്ങൾ നിർബന്ധമായിട്ട് നനയ്ക്കുന്നുണ്ടല്ലേ? മഴ പെയ്യുന്ന സമയത്ത് ഒഴിച്ചല്ലേ? അതാരാണ് സാധാരണ? ഞാൻ തന്നെ ചെയ്യാറ്. വൈഫ് സഹായിക്കാറില്ല? വൈഫ് ജോലി ആയതുകൊണ്ട് പരിമിതി ഉണ്ടല്ലോ. എന്നാലും താല്പര്യമാണ്. അതെ. ഇതിന്റെ പേരറിയാമോ? ഇല്ല, പേരറിയില്ല. ഇതൊക്കെ നല്ല തിക്കായിട്ടുള്ള ഇതിന് ഉള്ളത്. പൂക്കാറുണ്ടോ അത്? ഇത് പിന്നെ ചെമ്പരത്തിയിലെ ഒരു വെറൈറ്റിയാണ്. ചെമ്പരത്തി പ്രത്യേക കളറാണ്. അത് ശരി. ഇതെന്തോ ഒരു അത് തെച്ചി. നമ്മുടെ സാധാരണ തെച്ചി. അതിങ്ങനെ അതിൽ പല കളർ തെച്ചി വരും. അത് തെച്ചി. അത് ശരി. അതിലൊരു കളറാണത്. അത് ശരി. പിന്നെ ഇവിടെ ഇതുപോലെ നമ്മൾ ഒരുവിധം കാണുന്നതും കാണാത്തതായിട്ടുള്ള ഒട്ടുമിക്ക പഴയ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗതി. അത് നമ്മുടെ പറമ്പുകളിലോ കാണുന്ന സാധനമാണ്. നമ്മുടെ ചട്ടിയിൽ വെച്ചപ്പോ അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിൻപുറത്തെ പറമ്പുകളിൽ കാണുന്ന ഒരു സാധനമാണ്. അതുപോലെ ഇത് നമ്മുടെ നാട്ടിൻപുറത്ത് ധാരാളം കാണുന്നത് വെട്ടിക്കളയുന്ന സാധനമാണ്. ചട്ടിയിലാക്കിയപ്പോ ഒരു ചന്തം കൂടി അതിന്. ഇത് ഈ പൂമ്പാറ്റയുടെ ആകൃതിയിലുള്ള ഒരു ചെടിയാണ്. ഇത് കിഴങ്ങാണിത്. കിഴങ്ങാണ്. ആ കിഴങ്ങുന്ന് ഇങ്ങനെ പൂമ്പാറ്റയുടെ ഒരു ഇതിന്റെ പേര് അറിയോ? ഇല്ല, ഞാനതിന് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയും, അത്രേ പറയാറുള്ളൂ. അത് വെള്ളത്തണ്ട് അതിന്റെ ഇടയിൽ കയറി വരുന്നതാണ്. ഇതൊക്കെ എവിടുന്നാണ് കിട്ടിയിട്ടുള്ളത്? ഇത് വാങ്ങിച്ചതാണ്. ഇതിന് പൂവുണ്ട്. ഇത് കണ്ടോ? അതെ, പൂവുണ്ട്. നീല കളറിൽ പൂവ് വരും. പൂവൊക്കെ ഉണ്ട്. നല്ല ചന്തയുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് അധികമായിട്ടൊക്കെ. ഇത് നമ്മളുടെ നാടൻ സാധനമാണ്. വാദംകൊല്ലി എന്ന് പറയും. പണ്ട് നമ്മുടെ ഇത് പണ്ട് കാലത്ത് വാദത്തിന്റെ അസുഖം വന്നാൽ ഇതിന്റെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുളിക്കുകയാണ് ചെയ്യുക. നമ്മുടെ നാട്ടിൻപുറത്ത് സുലഭമായിരുന്ന ഒരു ആയുർവേദ ഔഷധമാണ്. അതെ, അത് ശരി. വാദംകൊല്ലി. ഇവിടെ നമ്മുടെ അടുത്ത് ചെടികൾ ഈ അലങ്കാര ചെടികളല്ലാതെ ഇത്തരത്തിലുള്ള അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഔഷധ സസ്യങ്ങളുടെ മാത്രം ഒരു സെക്ഷൻ ചെയ്യണമെന്നുണ്ട്. നമ്മൾ അങ്ങനത്തെ അത്തരത്തിലുള്ള എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. വെറും ഔഷധ സസ്യ ശ്രീകൃഷ്ണപുരം ഭാഗത്തൊക്കെ ഈ ഔഷധ സസ്യങ്ങൾ മാത്രം എല്ലാം പെടുന്ന രീതിയിലൊക്കെ ചെയ്യും. ഞാനിപ്പോ എനിക്ക് അങ്ങനെ പ്ലാൻ ഉണ്ട്. ഔഷധ സസ്യ ചെടികള് ഈ ചട്ടിയിൽ പ്ലാന്റ് ചെയ്യാം. അതൊരു പ്രത്യേക സെക്ഷനായിട്ട് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ നമ്മൾ ഈ എന്തായാലും നമ്മൾ മാലയിലൊക്കെ രുദ്രാക്ഷം വരെ ഞങ്ങൾ അന്നൊരു മരം ശ്രീകൃഷ്ണപുരം ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജനാർദ്ദൻ ചേട്ടൻ്റെ കാഴ്ചകൾ ഇതൊന്നുമല്ല, ഒരുപാടുണ്ട്. അപ്പോൾ അതൊരു എപ്പിസോഡിൽ എന്തായാലും തീർച്ചയായിട്ടും ഒതുങ്ങില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തെ ഈ ആഴ്ചയിലെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച ജനാർദ്ദൻ ചേട്ടൻ്റെ തന്നെ കർഷക കാഴ്ചകൾ തുടരും. ആ കാഴ്ചകൾ നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.